ഹലോ ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും പ്യുവർ സോൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എൻ്റെ വീഡിയോ നിങ്ങളിവിടെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മെമ്പർഷിപ്പ് എടുക്കണം, മെസ്സേജ് അയക്കണം. വീഡിയോ ഫുള്ള് കാണാം. വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കാം. അപ്പോൾ മെമ്പർഷിപ്പ് എടുക്കാമെന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം മെമ്പർഷിപ്പ് എടുക്കേണ്ട കാര്യം. ഇഷ്ടമല്ലെങ്കിലോ മെമ്പർഷിപ്പ് എടുക്കണ്ട. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പർ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫോൺ നമ്പർ യൂട്യൂബിൻ്റെ പ്രൊഫൈലിൽ കൊടുത്തിട്ടുണ്ട്. 6235038597. അതൊരു നമ്പർ. രണ്ടാമത്തെ നമ്പർ 8891494012. അത് രണ്ടാമത്തെ നമ്പർ. എനിക്ക് 2 നമ്പർ ഉണ്ട്. ഈ 2 നമ്പറിലും ഫോർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് എന്നെ മെസ്സേജ് വിടാം. എന്നാൽ മാത്രമേ ഞാൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അയച്ചു തരുള്ളൂ. അല്ലെ വെറുതെ നമുക്ക് മെസ്സേജ് അയച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പഴയ വീഡിയോസൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ഫോർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് പറയുന്ന നമ്പറിൽ മെസ്സേജ് വിടാം. യൂട്യൂബിലെ പ്രൊഫൈലിൽ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പർ നോക്കിയിട്ട് നിങ്ങൾ മെസ്സേജ് വിടാം. അപ്പോൾ ഡീറ്റെയിൽസൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, അത്രേ ഉള്ളൂ. നമുക്ക് വീഡിയോയിലോട്ട് അങ്ങ് പോവാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കാനും അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രം ഡീറ്റെയിൽസ് എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ വെറുതെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് അയച്ചു തരാൻ പറ്റില്ല. അപ്പോൾ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുണ്ടേ പഴയ വീഡിയോസൊക്കെ നോക്കിയിട്ട് മെസ്സേജ് വിടാം. ഓക്കെ, ഞാൻ വെറുതെ മെമ്പർഷിപ്പിൻ്റെ റേറ്റ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്കങ്ങോട്ട് എന്താ പറയുക വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ സംഭവം വേറൊന്നുമല്ല, അവൾ എന്ന് പറയുമ്പോൾ ആരാ? എൻ്റെ ബെസ്റ്റ് എൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ കാര്യമാണ് പറയുന്നത്. അവൾ എനിക്ക് എല്ലാമായിരുന്നു. സോ കളിക്കൂട്ടുകാരിയായിരുന്നു. കളിക്കൂട്ടുകാരിയാണെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ, നമ്മൾ ജനിച്ച് ഒരു 10 അങ്ങനെ നമ്മൾ ബുദ്ധി ഉറക്കാത്ത പ്രായം തൊട്ടേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നത് ഒരു പഴയ സ്റ്റോറി ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. എന്നാലും പറയാൻ എന്താ പറയുക, കേൾക്കണവർക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് പറയാൻ എന്താ കുഴപ്പം അല്ലേ? അപ്പോൾ ഇതൊരു പഴയ സ്റ്റോറിയൊന്നുമല്ല, നടന്ന സ്റ്റോറി ആണ്. ഒന്നുമല്ല, ഞാൻ അവളെ തിരിച്ചറിയുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും തമ്മിലൊരു എന്താ പറയുക, കൂട്ടുകാരി എന്നതിനപ്പുറം വേറൊരു ബന്ധം ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു ദിവസം. ആ ദിവസം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ വീട്ടിൽ എന്താ പറയുക, എൻ്റെ വീട്ടിൽ അന്നത്തെ കാലത്ത് നമുക്ക് TV അങ്ങനെ അതൊക്കെ ചില വീടുകളിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അവളുടെ വീട്ടിൽ പോയെന്നാണ് കാണുന്നത്. അപ്പം ഞാൻ അവളുടെ വീട്ടിൽ പോയി ഇരുന്നു. അപ്പോൾ പണ്ടത്തെ എന്താ പറയുക, കിഡ്സിനൊക്കെ അറിയാൻ പറ്റും. എന്താ പറയുക, അവരുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നാൽ കുറച്ച് ചാനലുകളുണ്ട്. അതൊന്ന് തിങ്ക് ചെയ്ത് നോക്കിക്കോളൂ എന്തൊക്കെയാണെന്ന് ഇല്ലേ. കുറച്ച് വീക്ക്നെസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു അടിപൊളി സോങ് TV അങ്ങ് പ്ലേ ആയപ്പോൾ എന്താ പറയുക, ഒരു വല്ലാത്ത ഫീലിങ്സ് എനിക്ക് വന്നു, അതുപോലെ അവർക്ക് വന്നു. അത് കഴിഞ്ഞപ്പോൾ പതിയെ കലാപരിപാടികൾ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അത് ചെറുതായിട്ട്. സോ അന്നാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. ബിക്കോസ് ഇതൊരു പ്രത്യേകതരം ഫീലാണ്, ഉള്ളിൽ നിന്ന് വരുന്നൊരു ഫീലാണ്. അതിനെന്ത് തടുക്കാൻ പറ്റില്ല. ആ ഒരു മൊമെൻറ്റിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കാര്യങ്ങളൊക്കെ. എന്താ പറയുക, നിങ്ങളങ്ങ് സ്വയം മറന്ന ഒരു നിമിഷം എന്നൊക്കെ പറയില്ലേ, അതുപോലെ അതങ്ങ് സംഭവിച്ചു. സോ അന്ന് മുതൽ പിന്നെ നിങ്ങളെ തുടർന്ന് കൊണ്ടുപോകണം. അടുത്ത നെക്സ്റ്റ് പാർട്ടിൽ പറയാം. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മെമ്പർഷിപ്പ് എടുക്കണം, മെസ്സേജ് അയക്കണം. പിന്നെ എൻ്റെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ആഡ് ആവാൻ താല്പര്യമുള്ളവർ മെസ്സേജ് അയക്കട്ടോ. ഓക്കെ, ബൈ.